പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 13-ാമത്തെ അധ്യായം. അപ്പോൾ ഈ 13-ാം അധ്യായത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു പാസേജിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ദൈവം കൃപ തരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 32 മുതലാണ് നമുക്കിനി വായിക്കാനുള്ളത്. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ ആവശ്യമുള്ളൊരു വാക്യമാണിത്. പ്രത്യേകിച്ച് ഈശോയുടെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഇനി വളരെ ആവശ്യമുണ്ട് ഈ വാക്യം. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ, അതായത് ദാറ്റ് ഡേ ആൻഡ് ദാറ്റ് അവർ. ഡേ ആൻഡ് അവർ, ദിവസം, മണിക്കൂർ. ഇതിന് 3 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ഈശോ എപ്പോൾ പിടിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, കൊല്ലപ്പെടും. അതാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഈശോ ജെറുസലേമിൻ്റെ നാശം എന്ന് സംഭവിക്കും. മൂന്നാമത്തെ അർത്ഥം, യുഗാന്ത്യം എന്ന് സംഭവിക്കും. ഇതിന് നമ്മൾ നേരത്തെ കാണാത്ത ഒരു ലെയറും കൂടെ ഉണ്ട് ഇവിടെ. ഈശോയുടെ മരണം. അതെപ്പോഴാണ്? ഈശോ എപ്പോഴാണ് പിടിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത്? അപ്പം ഇത് പിതാവ് നിശ്ചയിച്ച ഒരു സമയത്താണ്. അത് സൂചിപ്പിക്കാനാണ് പുത്രന് പോലുമോ അറിയില്ലെന്ന് പറയുന്നത്. അപ്പം ഈ വാക്യം എടുത്തിട്ട് പലരും പറയും പുത്രൻ ദൈവം അല്ലെന്ന് പറയും. കാരണം പുത്രൻ അറിഞ്ഞുകൂടാ, പിതാവിനെ അറിയൂ. ഈ വാക്യം എടുത്തിട്ട് തെറ്റാണത്. എന്താണ്? ഒന്നുകൂടെ വായിക്കാം. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലും എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലുള്ള പൂർണ്ണമായ അധികാരം പിതാവിൻ്റേതാണ്. പിതാവാണത് തീരുമാനിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ല, പിതാവാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? അത് ഞാനല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലെന്നല്ല, മറിച്ച് അതിൻ്റെ തീരുമാനം എൻ്റേതല്ല, അത് പിതാവാണ്. ഞാൻ അത് അനുസരിക്കുന്ന പുത്രനാണ്. പിതാവ് എപ്പോൾ മരിക്കാൻ പറഞ്ഞാലും ഞാൻ മരിക്കും. പിതാവ് എപ്പോഴാണ് ജെറുസലേമിൻ്റെ നാശം വെച്ചിരിക്കുന്നത്, അത് ആ സമയത്ത് നടക്കും. എപ്പോഴാണ് ഞാൻ രണ്ടാമത് വരേണ്ടത്, അത് ആ സമയത്ത്. മനസ്സിലായോ? അതായത് ഇതെല്ലാം പൂർണ്ണമായും പിതാവായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, യേശു ഇപ്പോൾ തൻ്റെ മനുഷ്യത്വത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈശോ ഇപ്പോൾ മനുഷ്യത്വത്തിലാണ്. അവന് ദൈവത്വം ഉണ്ടെങ്കിലും, അവൻ ദൈവമാണെങ്കിലും കർത്താവ് വിശ്വസിച്ച് ഇപ്പോൾ പൂർണ്ണ മനുഷ്യനാണ്. കർത്താവ് പറയാണ്, ഈ ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച്, ജെറുസലേമിൻ്റെ നാശത്തെക്കുറിച്ച് അടയാളങ്ങളെല്ലാം പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, ഈ എൻ്റെ മനുഷ്യത്വത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായോ? ദൈവം എന്ന നിലയിൽ അറിയത്തില്ലെന്നാണോ? അല്ല, ദൈവം എന്ന നിലയിൽ ഈശോയ്ക്ക് അറിയത്. പക്ഷേ എൻ്റെ മനുഷ്യ ജ്ഞാനത്തിൽ, എൻ്റെ മനുഷ്യ അറിവിൽ, എൻ്റെ മനുഷ്യബുദ്ധിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയില്ല. എൻ്റെ ദൈവിക ജ്ഞാനത്തിൽ എനിക്കറിയാം, പക്ഷേ എൻ്റെ മനുഷ്യത്വത്തിൽ എനിക്കറിയില്ല എന്നാണ്. ഇപ്പം ഈശോ അങ്ങനെ വേണം നമ്മളതിനെ കാണാൻ. അല്ല, ഈശോ ഒരു ലെസർ ഗോഡ് എന്നല്ല എൻ്റെ അർത്ഥം. ചെറിയ ഒരു കുട്ടി ദൈവമാണ്, വലിയ ദൈവത്തിനെ എല്ലാം അറിയുമെന്നല്ല. മറിച്ച് ഈശോ ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനായിട്ട് സഞ്ചരിക്കുകയാണ്. ആ മനുഷ്യത്വത്തിൽ ഈ വലിയ ദൈവരഹസ്യം എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ മനുഷ്യബുദ്ധിയിലില്ല. ഈശോ അങ്ങനെ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ ഇത് പറയില്ല. അപ്പോൾ അതായത് ചില സെൻറ്റൻസ് നമ്മൾ പറയത്തില്ല. അതായത് അത് വേറെ ആർക്കും അറിഞ്ഞോ, അത് പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി പറയുമെന്നോ, പ്രധാനമന്ത്രി പറഞ്ഞാൽ നടക്കത്തില്ല, പ്രധാനമന്ത്രി പറഞ്ഞാൽ നടക്കാത്ത കാര്യമുണ്ടോ? നമ്മൾ പറയാണ്, ഇപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യത്തില്ല എന്നൊരാളൊരു ഡയലോഗ് പറയാമെന്ന് വെച്ചോ. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ?
പക്ഷേ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പറയുന്നതിൻ്റെ അർത്ഥം അത് ഞാൻ പറയില്ല, അല്ലെ അത് ഞാൻ ചെയ്യില്ല, അത് നടക്കില്ല. അത് എംഫാറ്റിക്കായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണത്. പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അതെപ്പോഴാണെന്ന് എന്നോട് തിരക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമേ ഉള്ളതിൻ്റെ അർത്ഥം. അല്ലാതെ യേശുവിന് അറിവില്ലെന്നോ ദൈവം അല്ലെന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. അത് ഞാൻ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ല. എന്തിനാ പറയുന്നേ? പുത്രന് പോലും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണർന്നിരിക്കണം. പുത്രന് പോലും അറിഞ്ഞുകൂടാ, നിങ്ങൾ ജാഗ്രതയോടെ. അപ്പം ആ രണ്ട് സെൻറ്റൻസ് ഒരുമിച്ച് വായിച്ചാലേ അത് മനസ്സിലാവും. പുത്രന് പോലും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നിങ്ങൾ വാച്ച്. കണ്ടോ അടുത്തത്, നിങ്ങൾ ഉണർന്നിരിക്കണം. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഈ പാസേജ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണം, ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ. ഈ പാസേജ് എന്തെന്നറിയാമോ? കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന്. അത് ഈശോയുടെ രണ്ടാം വരവാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന്. എന്നിട്ട് 4 സമയം പറയുകയാണ്. സന്ധ്യ, ഈവനിങ്, അർദ്ധരാത്രി, മിഡ് നൈറ്റ്, കോഴി കൂവുമ്പോൾ, ഏർലി മോർണിംഗ്, പിന്നെ 3 PM ആണ് ഈ കോഴി കൂവുന്ന സമയം. കോഴി കൂവുമ്പോൾ അതെന്താണെന്ന് ഞാൻ പറയാം. കോഴി കൂവുമ്പോൾ പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ മോർണിംഗ്. അപ്പോൾ ഈവനിങ്, മിഡ് നൈറ്റ്, പിന്നെ ഏർലി മോർണിംഗ്. ഇതെന്താ പറയുക? 4 സമയം. ഇത് 4 വാച്ചാണ്. 4 വാച്ച് എന്ന് പറഞ്ഞാൽ കാവൽക്കാർ ഡ്യൂട്ടി മാറുന്ന സമയമാണിത്. റോമൻ പട്ടാളം ഡ്യൂട്ടി മാറുന്ന സമയമാണിത്. ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 തൊട്ട് 9 വരെ. ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. 1ാമത്തെ ഷിഫ്റ്റ് 6 തൊട്ട് 9 വരെ. അതാണ് സന്ധ്യ. ഓർത്തിരിക്കണത്, പിന്നെ വേണ്ടി വരും, ഓർത്തിരിക്കണത്. കാരണം ഈ സമയം അനുസരിച്ചാണ് ഈശോയുടെ പീഡാനുഭവം ഇനി മർക്കോസ് വിവരിക്കാൻ പോകുന്നത്. 6 തൊട്ട് 9 വരെ, 9 തൊട്ട് 12 വരെ, 12 തൊട്ട് 3 വരെ, അങ്ങനെയാണ് അത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഓർത്തിരിക്കണം. അപ്പോൾ 6 to 9 ഫസ്റ്റ് വാച്ച്, 9 to 12 9 തൊട്ട് 12 വരെ രണ്ടാമത്തെ വാച്ച്, രണ്ടാമത്തെ ഷിഫ്റ്റ്, പട്ടാളം ഡ്യൂട്ടി മാറുകയാണ്. 3ാമത്തേത് 12 തൊട്ട് വെളുപ്പിനെ 3 മണി വരെ, മിഡ് നൈറ്റ് ടു 3 AM. അതിനാണ് ഈ കോഴി കൂവുന്നതെന്ന് പറയുന്നത്. കോഴി കൂവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡ്യൂട്ടി മാറുന്നതിന് പറയുന്നതാണ്. അല്ലാതെ അവിടെ കോഴിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ ചിക്കൻ ഹെൻ അതില്ല, അതവിടെ ഇല്ല. കോഴി കൂവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡ്യൂട്ടി മാറുന്ന സമയത്ത് ബ്യൂകൾ ഇങ്ങനെ ഊതും. അതിന് പറയുന്ന പേരാണ് കോഴി കൂവുക. മനസ്സിലായി? പത്രോസ് തള്ളി പറയുമ്പോൾ കോഴി, അവിടെ കോഴിയില്ല, ജെറുസലേമിൽ കോഴിയില്ല കേട്ടോ. കോഴി കൂവെന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കാഹളം ഊതുന്നതിന്, ഈ ബ്യൂകൾ ഊതുന്നതിന് പറയുന്നതാണ് കോഴി കൂവ കേട്ടോ. ശരിക്കും കോഴിയില്ല. അപ്പോൾ പത്രോസ് ചിക്കൻ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ ചിക്കൻ തിന്നുന്നത് പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവിയുണ്ടോന്നൊക്കെ ട്രോൾ അടിക്കുമ്പോൾ ഓർത്തോണം, കോഴിയില്ല. അപ്പോൾ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്താ? ഗ്രഹനാഥൻ വരുന്നത്. ഗ്രഹനാഥൻ എന്തിനാ വരുന്നേ? പരിശോധിക്കാൻ, രണ്ടാം വരവിന് വിധിക്കാൻ. ഗ്രഹനാഥൻ വരുന്നത് സന്ധ്യയ്ക്കാണോ, 6 to 9 ആണോ, 9 to 12 ആണോ, 12 to 3 ആണോ, 3 to 6 ആണോ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളെന്ത് ചെയ്യണം? അവൻ വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരായിരിക്കുവിൻ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് കർത്താവ് പറയാണ്, നിങ്ങളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. ജാഗ്രത ഏതൊക്കെ വിഷയത്തിൽ വേണം? ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 12 പേരോടുമാണ് പറയുന്നത്. 12 പേരോടും
അങ്ങനെ ഈശോ പറയുമ്പോൾ ആദ്യം ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അന്ത്രയോസ്, പത്രോസ്, യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. കാരണം നിങ്ങൾ സൂക്ഷിച്ചോണം, എന്നെ പിടിക്കും, എന്നെ പീഡിപ്പിക്കും, അറസ്റ്റ് ചെയ്യും. ആ സമയം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഉണർന്നിരുന്നോണം. 1. 2, ജെറുസലേമിൻ്റെ നാശം സംഭവിക്കും, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഉണർന്നിരുന്നോണം. ഈ അടയാളങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3, ഞാൻ രണ്ടാമത് വരും, എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾ ഉണർന്നിരുന്നോണം. ഇത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇനി ഇവിടെ ഒരു വാക്യമുണ്ട്, 34-ാമത്തെ വാക്യം. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരൻ ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണിത്. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ആരാണിപ്പോൾ വീട് വിട്ട് ദൂരേക്ക് പോകുന്നത്? ഇവിടെ ആരാ വീട് വിട്ട് ദൂരേക്ക് പോകുന്നത്? ഇപ്പം ഈശോ അല്ലേ? അപ്പം എന്താണ് വീട് വിട്ട് ദൂരേക്ക് പോകുന്നത്? എന്താ? സ്വർഗാരോഹണം. ഈശോ പറയാണ്, മനുഷ്യപുത്രൻ്റെ മനുഷ്യാവതാര ദൗത്യം പൂർത്തിയായി കഴിയുമ്പോൾ അവൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എല്ലാം ഞാൻ നേരത്തെ പറയുകയാണ്. സ്വർഗാരോഹണമാണ് വീട് വിട്ട് ദൂരേക്ക് പോകുക എന്ന് പറഞ്ഞാൽ. സേവകരാരാ? ശിഷ്യന്മാർ. അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെയാണ് ഇത്. ഇനി ഇവിടെ ആവർത്തിച്ച് ഉപയോഗിക്കുന്നൊരു വാക്കാണ് വാച്ച്. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. വാച്ച് എവിടാ പറയുന്നത്? എവിടേക്കാണ് അത് പറയുന്നത്? ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. ഈശോ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് വേഗം ഒന്ന് വായിക്കണം. 13-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വായിച്ചേ. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും, സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവൻ. കണ്ടോ? ജാഗരൂകരായിരിക്കണം. ഇനി അടുത്തത് വായിക്കേണ്ടത് 28 മുതൽ. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളും. കണ്ടോ? അപ്പോൾ വാതിൽക്കൽ എത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതും ജാഗ്രതയാണ്. ഇനി അടുത്തത് 32. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം അതും വാച്ചാണ്, ജാഗ്രതയാണ്. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ. അടുത്ത 35. ആകയാൽ കണ്ടോ? അടുത്ത വാച്ചാണത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗ്രഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ജാഗരൂകരെ. കണ്ടോ? അപ്പോൾ ഈ നരേറ്റീവ് അവസാനിക്കുന്നതും ഇടയ്ക്കുമെല്ലാം ആവർത്തിക്കുന്നത് ഈ വാക്കാണ് വാച്ച്, ജാഗ്രത. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഇനി പാഷൻ നരേറ്റീവിലേക്ക് വരുമ്പോൾ, പീഡാനുഭവ വിവരണങ്ങളിലേക്ക് വരുമ്പോൾ ഈ വാച്ച് ആവർത്തിക്കും. അന്നേരം ഇത് ഓർക്കണം, ഈ പാസേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നേരം നമുക്കിത് വേണ്ടി വരും. അന്നേരം മറന്നു പോരുത്, ഇത് നമുക്ക് അവിടെ വേണ്ടി വരും. അത് മനസ്സിലാവാൻ വാച്ച്, നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു വാക്യം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. 30-ാമത്തെ വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകില്ല. ഒരു യഹൂദന്മാരുടെ ധാരണ അനുസരിച്ച് ട്രഡീഷണൽ ജൂയിഷ് തിയോളജിയിൽ ഒരു തലമുറ, ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണെന്നറിയാമോ? 40 വർഷമാണ്. AD 29 ഈശോ ഇത് പ്രവചിക്കുന്നത്. AD 70 ദേവാലയം നശിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഈശോ പറഞ്ഞ് 40 വർഷം പൂർത്തിയാകുമ്പോൾ ജെറുസലേമിൻ്റെ നാശം സംഭവിക്കും. അപ്പോൾ അതാ കർത്താവ് പറയുന്നത്, ഈ തലമുറ ഇത് കാണും അടുത്ത 40 വർഷത്തിന്. അപ്പോൾ ഈ തലമുറ കടന്നുപോയില്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ജെറുസലേമിൻ്റെ നാശവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടുത്ത 40 വർഷത്തിനുള്ളിൽ സംഭവിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 14-ാം അധ്യായമാണ്. 14-ാം അധ്യായം മുതൽ നമ്മൾ ഈശോയുടെ പ്രധാനപ്പെട്ട പീഡാനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ
നമുക്ക് നല്ല ഒരുക്കത്തോടെ നേരത്തെ തന്നെ വായിച്ച് ഒരുങ്ങി. കാരണം ഈ 14, 15, 16 ഓരോ വാക്കും വിശദീകരിക്കേണ്ടി വരും. അതുപോലെ മാർക്കോസ് സ്ലോ ഡൗൺ ചെയ്യുന്നൊരു, ഭയങ്കര വേഗത്തിൽ ഓടി വന്നൊരു വണ്ടിയാണിത്. അതിങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃപ ലഭിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വപ്പെടുത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, വചനം പഠിക്കാൻ കൂടുതൽ കൃപ, വചനം മനസ്സിലാക്കാൻ ഇനി ഈശോയുടെ പീഡാനുഭവ രംഗങ്ങൾ പഠിക്കുമ്പോഴെല്ലാം കൂടുതൽ അത് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ അങ്ങ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ മഹത്വം, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന 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 ആരാധന. മാതാവേ, അമ്മയുടെ വലിയ പ്രാർത്ഥന ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും വീണ്ടും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.